പിന്നെ മെറ്റ നീക്കം ചെയ്ത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കത്തെഴുതുന്ന നല്ല കാര്യം തന്നെ. പക്ഷേ രാജ്യത്തൊരു നിയമമുണ്ട്, ഇന്റർമീഡിയറ്റ് ഗൈഡ് ലൈൻസ് ആക്ട് റൂൾസ് ഉണ്ട്, ചട്ടങ്ങളുണ്ട്. ആ ചട്ടപ്രകാരം ഒന്നുകിൽ ജോയിന്റ് സെക്രട്ടറി നിലവാരത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരാൾ, അല്ലെങ്കിൽ DGP അല്ല DIG ലെവലിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയിട്ടൊരു പോലീസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഈ നിയമം പറയുന്നത്. ഇവർ നൽകുമ്പോൾ അനുസരിച്ച് മാത്രമേ മറ്റേ മറുപടി എടുക്കുള്ളൂ. അപ്പോൾ നേരിട്ട് കേരളം കൊടുത്തോ അതോ മോഡി വഴി കൊടുത്തോ? ഇതാണ് വ്യക്തമാക്കേണ്ടത്. നിയമമല്ല ചട്ടം വളരെ വ്യക്തമാണ്. ഇത് സംബന്ധിച്ച് ആരാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ ഭാഗം ആ ചട്ടത്തിൽ മൂന്നാമത്തെ ഭാഗമാണ്. ഡ്യൂ ഡിലിജൻസ് ഓഫ് ഇന്റർമീഡിയറീസ്. ആ റൂളിനകത്ത് റൂൾ 3 ഏറ്റവും ഒടുവിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്. നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ ഈ റൂൾ പ്രകാരം ആർക്കൊക്കെയാണ് അധികാരം. അങ്ങനെ വൈലേഷൻ വന്നാൽ, അവമതിപ്പുണ്ടാക്കുന്നത്, കുട്ടികളെ സംബന്ധിച്ചുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള കൃത്യമാണ്. ഒന്ന് ജോയിന്റ് സെക്രട്ടറി ഓർ ആൻ ഓഫീസർ ഈക്വാലന്റ് ഇൻ ദ റാങ്ക്, അതാണ് ഒരാൾ. രണ്ടാമത് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ DIG ഓഫ് പോലീസ്. അപ്പോൾ ആരാ കൊടുത്തത്? അതല്ലേ വ്യക്തമാക്കേണ്ടത്. അല്ലാതെ എങ്ങനെ മാറ്റും? ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം വരണമെങ്കിൽ ഇതിനനുസരിച്ച് കത്ത് കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ അത് അദ്ദേഹം തന്നെ അന്വേഷിച്ച് വ്യക്തത വരുത്തേണ്ടതാണ്. പിന്നെ മറ്റത് വളരെ എളുപ്പത്തിൽ തന്നെ ഇപ്പോൾ വ്യക്തമായല്ലോ. ഈ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മന്ത്രി ഡൽഹിയിലാണെന്ന് തോന്നുന്നു പറയുന്നുണ്ട്. ഞാനാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അവർ യൂത്ത് കോൺഗ്രസിലില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ഒരു ഭാഗം കേട്ടുള്ളൂ ഡൽഹിയിൽ. ഞാനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ, അവർ യൂത്ത് കോൺഗ്രസിലില്ല. ഇവിടെ DCC യൂത്ത് കോൺഗ്രസിലൊന്നും അവരില്ല, അവർ കേസിൽ എന്തോ പ്രതിയാണ്. യൂത്ത് കോൺഗ്രസ് എല്ലാവരും ഞങ്ങൾക്ക് അറിയാലോ. ഇന്ന് ഇവിടുത്തെ DCC പ്രസിഡന്റ് പറയുന്നത് കേട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രി അവർ യൂത്ത് കോൺഗ്രസിൻ്റെ ആളിലാണ്. ഈ സമരത്തിൽ ഇത് പറഞ്ഞിട്ടാണ് ഞാൻ ചെന്നത്. ഇപ്പോൾ തന്നെ പുതിയ ചിത്രങ്ങൾ വന്നു. 2021 മുഖ്യമന്ത്രി വളരെ സന്തോഷത്തോടുകൂടി ചേർത്ത് പിടിക്കുമ്പോൾ ചിത്രം വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെങ്കിലും അദ്ദേഹം കേട്ടെങ്കിൽ ഇത്ര അപകടം പറ്റുമോ? പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? അത് അറിഞ്ഞിട്ടാകണമെന്നില്ലല്ലോ. ഇദ്ദേഹം ഈ കച്ചവടക്കാരനാണെന്ന് അറിഞ്ഞിട്ടാകണമെന്നില്ല. ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, അതിൻ്റെ ഭാഗമായി ഈ കേസ് തേച്ച് മാച്ച് കളയുന്ന ശ്രമം ഉണ്ടാകരുത്. എത്ര പക്വതയോടുകൂടിയാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത്. ഇന്ന് മുഖ്യമന്ത്രി ശരിക്കും എന്താ പറയുക, ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ശരിക്കും അറിയില്ലായിരുന്നു, ഇപ്പോൾ വന്നിരിക്കുന്നു, ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. സ്വാഭാവികമായിട്ടും പല ആളുകളുണ്ടാവും, നമുക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ്, അറിയാതെയാണ് അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ അങ്ങനെയുള്ളതൊന്നും ഈ കേസിനെ ബാധിക്കില്ല, അതിശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രി എന്ന പദവിയെക്കുറിച്ച് കേരളത്തിന് എന്തുമാത്രം അഭിമാനം ഉണ്ടാകുമായിരുന്നു. പ്രതിപക്ഷ നേതാവ് അത്രയല്ലേ പറഞ്ഞു, പ്രതിപക്ഷ നേതാവിന് എന്തൊക്കെ പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അറിഞ്ഞിട്ടാകണമെന്നില്ല. എന്നാൽ കേസ് അന്വേഷണം അട്ടിമറിക്കരുത്. അതിന് പകരം ഇപ്പോൾ ഈ നുണ ഒന്ന് പറഞ്ഞാൽ പിന്നെ അതും കയറി മറിഞ്ഞ് കുറേ പ്രശ്നങ്ങൾ വരും. അതിൽ ഇപ്പോഴും അദ്ദേഹം ആ ഭാഗം പറഞ്ഞത് വളരെ ഗൗരവമാണ്. അത് ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ളതിലേക്കുള്ള സന്ദേശമായി മാറുമോ എന്നുകൂടി എല്ലാവരും സംശയിക്കേണ്ടതാണ്.